വെൽക്കം ടു ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഫിഷ് മാർക്കറ്റിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്ഥിരം ജോലി കണ്ടുപിടിക്കാനുള്ള ശ്രമം ഇജിൻ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഒരു ദിവസം രാവിലെ അവൻ ഇന്റർവ്യൂവിന് പോകാനായി കോട്ട് സ്യൂട്ടുമിട്ട് ഒരുങ്ങിയിറങ്ങിയപ്പോൾ ഹൈൻ അവനൊരു സ്പ്രേ കുപ്പി എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നെ ഇപ്പോഴും മീനിന്റെ സ്മെല്ലായതുകൊണ്ടാണോ ഇത് തന്നത് എന്ന് ഇജിൻ ചോദിച്ചെങ്കിലും ഹൈൻ മറുപടിയൊന്നും പറയുന്നില്ല. മിനിമം അറ്റൻഡൻസ് കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായി യൂറിൻ ഇടയ്ക്ക് കോളേജിലെത്തിയപ്പോൾ ഗേറ്റിന് മുകളിൽ ഹീതുവിന് നാഷണൽ ടീമിൽ അംഗത്വം കിട്ടിയതിനെ അഭിനന്ദിച്ച് വലിയ ബാനർ കെട്ടിയിരിക്കുന്നത് കണ്ട് അസ്വസ്ഥയാകുന്നുണ്ട്. അവൾ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ അവൾക്കെതിരെ ജിവുങ് വരുന്നുണ്ട്. ദൂരെ നിന്ന് അവനെ കണ്ടപ്പോഴേ യൂറും മിണ്ടാൻ തയ്യാറെടുത്ത് വന്നതാണെങ്കിലും ജിവുങ് അവളെ കാണാത്ത മട്ടിൽ പാസ് ചെയ്ത് പോകുന്നു. യൂറും തിരിഞ്ഞ് അവനെ വിളിച്ചു നിർത്തിയിട്ട് നീ എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുന്നത് എന്താണെന്ന് അന്വേഷിക്കുന്നു. ഒരാളെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുമ്പോഴുള്ള ഫീൽ എന്തായിരിക്കുമെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. പക്ഷെ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കുന്നു. എന്താണ് അവൻ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് യൂറും പെട്ടെന്ന് പിടികിട്ടില്ലെങ്കിലും ഇജിൻ താമസം മാറിപ്പോയതറിഞ്ഞ് ഓടിയെത്തിയ ദിവസം ജിവുങ് വാതിലിൽ നിന്ന് ഹായ് പറഞ്ഞിട്ടും താൻ മൈൻഡ് ചെയ്യാത്തതിന്റെ പ്രതികാരമാണിത് എന്ന് അവൾക്ക് പിന്നീട് മനസ്സിലാക്കുന്നു. അവൾ അവന്റെ പുറകെ ഓടിച്ചെന്ന് ഞാൻ കൂടി സഹായിക്കാമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ബാസ്ക്കറ്റിന്റെ അറ്റത്ത് പിടിച്ച് കൂടെ നടക്കുന്നു. കൂട്ടത്തിൽ അന്നങ്ങനെ ചെയ്തതിന് സോറിയും പറയുന്നുണ്ട്. ഇജിനുമായി വളരെ ക്ലോസ് റിലേഷനിലായിരിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ നിനക്കന്ന് അത്രയ്ക്ക് പ്രശ്നമുണ്ടായതെന്ന് ജിവുങ് ചോദിക്കുന്നു. യൂറിൻ പറയണോ വേണ്ടേ എന്ന് ആലോചിച്ച ശേഷം ഇജിനുമായുള്ള റിലേഷനെ കുറിച്ച് അവനോട് പറയുന്നു. ഫെൻസിങ് വളരെ ചിലവ് കൂടിയ ഒരു സ്പോർട്സ് ആണെന്ന് അറിയാമല്ലോ. ഞങ്ങൾ പാവപ്പെട്ടവരായത് കൊണ്ട് ഫെൻസിങ്ങിന്റെ കോസ്റ്റ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഫെൻസിങ് മതിയാക്കാമെന്ന് തീരുമാനിച്ചതാണ്. അന്ന് ഇജിന്റെ അച്ഛന്റെ കമ്പനി എന്നെ സ്പോൺസർ ചെയ്തതുകൊണ്ടാണ് ഫെൻസിങ്ങിൽ തുടരാൻ എനിക്ക് സാധിച്ചത്. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇക്കാര്യം മറ്റാരോടെങ്കിലും പറയുന്നതെന്ന് യൂറും ചെറിയ ചമ്മലോടെ പറയുന്നു. പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യം പറയിക്കേണ്ടി വന്നതിൽ ജിവുങ് സോറി പറയുന്നു. കൂടുതൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലിരുന്ന് മുള്ളിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണുമായി വഴക്കിട്ട് തോറ്റുപോയി. അവളെന്നെ അന്ന് ഇടിച്ച് പപ്പടമാക്കി. കഴിഞ്ഞ വർഷം അപ്പ് സ്കൂളിലെ കുറെ പയ്യന്മാർ റോഡിൽ വെച്ച് എന്നെ പോക്കറ്റ് അടിച്ചു. ഇങ്ങനെ ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് രഹസ്യങ്ങൾ ജിവുങ് യൂറിമിനോടും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുല്യരായില്ലേ എന്നും അവൻ ചോദിക്കുന്നു. യൂറിം ചിരിക്കുന്നു. മാത്രമല്ല തിരിച്ച് ക്ലാസ്സിലേക്ക് നടക്കുന്ന വഴി അത് ഓരോന്നും പറഞ്ഞവനെ കളിയാക്കുന്നുമുണ്ട്. ഹീതു നാഷണൽ സ്പോർട്സ് ടീം അംഗമായിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ആ ഇടയ്ക്ക് ഒരു ദിവസം അവൾ പനി പിടിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നുണ്ട്. അവളെ കളഞ്ഞെത്തി അവിടുത്തെ കോച്ച് എന്ന് ടീമിലേക്ക് തിരിച്ചു വരാൻ പറ്റും, വരുമ്പോൾ യൂറിമിന് കൂടി പനി കൊടുക്കാതെ വേറെ മുറിയിൽ കഴിയണം എന്ന് മാത്രം പറഞ്ഞ് മടങ്ങിപ്പോകുന്നു. ഇതിലൊരു ദിവസം ഫിഷ് മാർക്കറ്റിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഹൈൻ അവന്റെ ഫ്രണ്ട്സിനൊപ്പം അവിടെ അടുത്ത് ജ്യൂസ് കുടിക്കാനും മറ്റുമായി എത്തുന്നുണ്ട്. ഇതിനവനെ കണ്ട് വിളിച്ചെങ്കിലും ഹൈൻ കേൾക്കാത്ത മട്ടിൽ തിരിഞ്ഞ് നിന്ന് ഫ്രണ്ട്സിനെയും കൊണ്ട് എത്രയും വേഗം ഓടന്ന് പോകാൻ ശ്രമിക്കുന്നു. സ്പോർട്സ് കാർ ഓടിക്കുന്ന അവന്റെ പണക്കാരനായ ചേട്ടനെ കുറിച്ച് ഫ്രണ്ട്സ് ചോദിക്കുന്നത് കേട്ടപ്പോൾ അവനവനോട് കള്ളം പറഞ്ഞു വെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും ഇജിന് മനസ്സിലാക്കുന്നു. ഇജിൻ തൊട്ടുമുന്നിൽ കൂടി പാസ് ചെയ്തിട്ട് പോലെ ഹൈൻ ഒരു പരിചയവും കാണിക്കാൻ നടന്നു പോകുന്നു. പക്ഷെ അവന്റെ ഫ്രണ്ട്സ് ഹൈനോട് ഇജിന്റെ മുന്നിലിരുന്ന മീൻ വാങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ഹൈൻ ഇജിന്റെ കയ്യിൽ നിന്ന് ഒരു അപരിചിതനെ പോലെ മീനും വാങ്ങിപ്പോകുന്നു. അനിയന്റെ പെരുമാറ്റം ഇജിനെ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട്. വൈകിട്ട് ഹൈനയും കാത്തവൻ വീടിന് വെളിയിട്ടിരിക്കുന്നു. ഞാൻ മീൻ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത് നിനക്ക് നാണക്കേടായതുകൊണ്ടാണോ നീ ഫ്രണ്ട്സിനോട് കള്ളം പറഞ്ഞതെന്ന് അനിയനോട് ചോദിക്കുന്നു. ഇവിടെയും നമ്മുടെ കടബാധ്യതകളെ കുറിച്ച് അറിഞ്ഞ് കുട്ടികൾ എന്നെ പഴയ പോലെ ഉപദ്രവിച്ചാലോ എന്ന് ഭയം കൊണ്ടാണ് എന്ന് എക്സ്ക്യൂസ് അവൻ പറഞ്ഞെങ്കിലും ഇജിൻ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അവസാനം നാണക്കേട് കൊണ്ട് തന്നെയാണ് എൻ്റെ ചേട്ടൻ ഇങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. സ്പോർട്സ് കാർ ഓടിച്ചിരുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ചേട്ടനെയായിരുന്നു എനിക്ക് ഇഷ്ടം. കൂലിപ്പണി എടുക്കുന്ന ചേട്ടനെ അല്ല എന്നവൻ കരഞ്ഞുകൊണ്ട് തുറന്നു പറയുന്നു. അനിയൻ്റെ വാക്കുകൾ ഇജിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നിന്റെ മനസ്സിന് മുറിവേൽക്കണ്ട എന്ന് കരുതി മാത്രമാണ് ഞാനെല്ലാം ഉപേക്ഷിച്ച് സിയോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. നീ ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നവൻ പറഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലല്ലോ. ചേട്ടൻ സ്വന്തമായി എടുത്ത തീരുമാനമല്ലേ. ആരോടും ഒരു കോൺടാക്റ്റും വേണ്ടത് പറഞ്ഞതും സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചതല്ല ചേട്ടൻ സ്വന്തമായിട്ടല്ലേ. എൻ്റെ ഫ്രണ്ട്സിനെ വിട്ടുവരാൻ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ കുറ്റവും എൻ്റെ തലയിൽ വെച്ച് കെട്ടുണ്ടായെന്ന് പറഞ്ഞ് ഹൈൻ പുറത്തേക്ക് തന്നെ തിരിഞ്ഞു പോകുന്നു. പുറത്ത് തണുപ്പാണ്, അതുകൊണ്ട് നീ പോകണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഇജിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. മതിലിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സിഗരറ്റ് എടുത്ത് വലിയ തുടങ്ങിയപ്പോൾ വീട്ടിലേക്ക് വരികയായിരുന്ന അങ്കിൾ അവനെ കാണുന്നു. അദ്ദേഹം അവനെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. 15 വയസ്സുകാരൻ അനിയനോട് വഴക്കുണ്ടാക്കിയതിനും പുകവലി തുടങ്ങിയതിനുമെല്ലാം അദ്ദേഹം അവനെ വഴക്ക് പറയുന്നുണ്ട്. ഹൈൻ പറഞ്ഞതൊക്കെ ഇജിൻ അദ്ദേഹത്തോട് പറയുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്. തുടരെ ഇന്റർവ്യൂകളിലെല്ലാം ഞാൻ തോറ്റുപോയപ്പോൾ ഒളിച്ചോടാൻ ആഗ്രഹിച്ചത് ഞാനാണ്. അവരൊരു എക്സ്ക്യൂസായി ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഇജിൻ തുറന്ന് സമ്മതിക്കുന്നു. അവിടെ നിന്നിറങ്ങി അവൻ പോയത് കോയിൻ ബൂത്തിലേക്കാണ്. കൈവശമുണ്ടായിരുന്ന നാണയങ്ങൾ തീരുന്നവരെ ഹീതുവിന്റെ മെസ്സേജ് അവൻ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അവന് ഏറ്റവും കൂടുതൽ ആശ്വാസം അവളുടെ ശബ്ദമായിരുന്നു. നീ പോയതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്, എന്നാലും നീ എവിടെയാണെങ്കിലും എൻ്റെ സപ്പോർട്ട് എങ്ങനെയാണെങ്കിലും അവിടെ എത്തിക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് ഹീതു പറഞ്ഞിരുന്നു. മത്സരത്തിന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഹീതു. ഇജിൻ തിരികെ നൽകിയ വാളും അവൾ തൻ്റെ ബാഗിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഇജിൻ അടുത്ത ദിവസം ഫിഷ് മാർക്കറ്റിലെ ജോലിക്കിടയിലാണ് പ്രതീക്ഷിക്കാതെ TV-യിൽ ഫെൻസിങ്ങിനെ കുറിച്ചുള്ള ന്യൂസ് കേട്ടത്. ഫെൻസിംഗ് എന്ന് കേട്ടതും ഇജിൻ ന്യൂസ് ശ്രദ്ധിക്കുന്നുണ്ട്. 1ാം സ്ഥാനം പതിവ് പോലെ യൂറിമിന് തന്നെയാണ്. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഹീതുവായിരുന്നു. TV-യിലൂടെ അവളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എവിടെയായിരുന്നാലും സപ്പോർട്ട് നിന്റെ അടുത്തെത്താൻ ശ്രമിക്കും എന്നവൾ പറഞ്ഞത് അവനപ്പോൾ ഓർമ്മ വരുന്നു. അന്ന് ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ വഴിയരികിൽ ടാപ്പ് കണ്ട് അന്ന് ഹീതു ചെയ്തതുപോലെ അത് തിരിച്ചു വെച്ച് വെള്ളം തുറന്നു വിട്ട് അവൻ സന്തോഷിക്കുന്നുണ്ട്. ഹീതുവും അതുപോലെ തന്നെ ഒരു പൈപ്പിന് ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ
അവൾക്കും ഇജിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അന്ന് ഇജിൻ ആദ്യമായി ഹീതുവിന് റിപ്ലൈ കൊടുക്കുന്നു. ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തിരുന്നു. ഇന്ന് നീ നിന്നെ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് എനിക്കിന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞത്. ഫുൾ ഹൗസിന്റെ 14ാം വോളിയം പുറത്തിറങ്ങി കാണുമായിരിക്കുമല്ലേ. 15ാം വോളിയം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിന്റെ അടുത്ത് എത്തിയിരിക്കും എന്നാണ് അവൻ മെസ്സേജ് അയച്ചത്. അത് കേട്ടപ്പോൾ ഹീതുവിന്റെയും കണ്ണ് നിറയുന്നുണ്ട്. പിന്നെയും കോയിൻ ഇട്ട് കരഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ആ മെസ്സേജ് കേൾക്കുന്നുണ്ട്. സെങ്വങ് DJ വാൻസങ് എന്ന പേരിൽ ഒരു റേഡിയോ ഷോ നടത്തുന്നുണ്ട്. അവളാണ് വാൻസങ് എന്ന് ആർക്കും അറിയില്ല. പലരും അഡ്വൈസ് ചോദിച്ച് മെയിൽ അയക്കുകയും മറ്റും ചെയ്യാറുണ്ട്. ചേട്ടനോട് വഴക്കിട്ടു, പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്കൊരു അഡ്വൈസ് വേണമെന്ന് പറഞ്ഞ് ഹൈൻ അവൾക്ക് മെയിൽ അയക്കുന്നുണ്ട്. അവൻ അവളുടെ ഒരു ഫാനാണ്. അന്നത്തെ പ്രോഗ്രാമിൽ അവൻ്റെ മെസ്സേജ് അവൾ വായിക്കുന്നുണ്ട്. അവളുടെ മറുപടിക്ക് വേണ്ടി അവൻ ആകാംക്ഷയോടെ ചെവി ഓർക്കുന്നു. ഇത്ര ചോദിക്കാനെന്തിരിക്കുന്നു, ക്ഷമ പറയുകയാണ് ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് ചേട്ടനോട് ക്ഷമ പറയണം എന്നാണ് അവൾ നൽകിയ മറുപടി. ഹൈനത് ശരിയാണെന്ന മട്ടിൽ തല ഉലുക്കുന്നുണ്ട്. ഇജിന് അമ്മയെ ഒരു ഇന്റർനെറ്റ് കഫേയിൽ കൊണ്ടുവന്ന് അച്ഛനുമായി വീഡിയോ കോൾ ചെയ്യിക്കുന്നുണ്ട്. പരസ്പരം കാണാമെങ്കിലും കേട്ടുകൊണ്ട് സംസാരിക്കാനുള്ള സംവിധാനം അന്ന് ആയിട്ടില്ലാത്തതിനാൽ അമ്മ പറയുന്നത് ഇജിനൊപ്പം ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം അച്ഛനെ കണ്ടതിന്റെ സന്തോഷവും സങ്കടവും എല്ലാം കാരണം അമ്മ കരയുകയാണ്. കഫേയിലുള്ളവരെല്ലാം ശ്രദ്ധിക്കുന്ന കണ്ട് ഇജിൻ ചെറിയ ചമ്മല് തോന്നുന്നുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നു. പക്ഷേ എൻ്റെ മനസ്സ് മരുഭൂമി പോലെ ചുട്ടുപൊള്ളുകയാണ് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ആ മരുഭൂമിയിലെ ചൂടിൽ ഞാൻ വെന്തുരിക്കാലും ഞാൻ അങ്ങയുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് അമ്മ മറുപടി പറയുന്നു. അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് ഇജിൻ ചിന്തിക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അമ്മ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഇജിനോട് അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. സിയോളിൽ ഇപ്പോൾ കുറഞ്ഞ വിലയിൽ അപ്പാർട്ട്മെന്റ് കിട്ടുന്ന ഒരു സ്ഥലം അമ്മ അവന് പറഞ്ഞു കൊടുത്തിട്ട് നീയും ഒരെണ്ണം അവിടെ വാങ്ങിയിട്, പിന്നീട് നല്ല ലാഭം കിട്ടുമെന്ന് അമ്മ പറയുന്നു. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അതെങ്ങനെ വാങ്ങാനാണെന്ന് ഇജിൻ ചോദിച്ചപ്പോൾ നിന്റെ കയ്യിൽ അത്രയും പോലും ഇല്ലേ, നീ പിന്നെ സിയോളിൽ ഇത്രനാളും എന്തെടുക്കുകയായിരുന്നു, ഒന്നും മിച്ചം വെച്ചിട്ടില്ലേ എന്ന് അമ്മ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു, ഇനി ഞാൻ ശ്രദ്ധിക്കാമെന്നവൻ പറയുന്നു. നിന്റെ അച്ഛന് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് അദ്ദേഹം ഡിവോഴ്സ് ചെയ്ത് ഇങ്ങനെ പല സ്ഥലത്തായി താമസിക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ എനിക്കൊരിക്കലും വിഷമം തോന്നിയിട്ടില്ല. ഞങ്ങൾക്കിടയിൽ അതുപോലെ സ്നേഹവും ബഹുമാനവും എന്നും ഉണ്ടായിരുന്നു. നീയും അതുപോലെ ആരെങ്കിലും കണ്ടെത്തണം, നിന്റെ ഒപ്പം നിന്നുകൊണ്ട് നിനക്ക് ഇൻസ്പിറേഷൻ തരാൻ പറ്റുന്ന ആരെങ്കിലും, അപ്പോഴേ ലൈഫ് സക്സസ് ആവുകയുള്ളൂ എന്നമ്മ അവനെ ഉപദേശിക്കുന്നു. ഞാൻ തിരിച്ച് സിയോളിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത്തവണ ഞാൻ തോൽക്കില്ല എന്നവൻ അമ്മയോട് പറയുന്നു. പോയിട്ട് വാ, നീ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് അമ്മ പറയുന്നുണ്ട്. ട്രെയിനിലിരിക്കുമ്പോൾ ഹീതുവിന് അയച്ച വോയിസ് മെസ്സേജ് അവനെ ഓർക്കുന്നു. നീ എന്തെങ്കിലും നേടുന്നത് കാണുമ്പോൾ എനിക്കും എന്തെങ്കിലും നേടണമെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പായും എന്തെങ്കിലും നേടിയിട്ട് ഫുൾ ഹൗസ് 15ാം വോളിയം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിന്റെ മുന്നിൽ എത്തിയിരിക്കും എന്നാണ് അന്ന് അവൻ പറഞ്ഞത്. ട്രെയിനിലിരുന്ന് ജേർണലിസ്റ്റ് എക്സാമിനുള്ള ഒരു പ്രാക്ടീസ് ബുക്ക് ബാഗിൽ നിന്നെടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു ചെറിയ കവർ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവനടുത്ത് നോക്കുന്നു. അതിൽ ഹൈനൊരു കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കടബാധ്യതയിലായ ശേഷം ചേട്ടൻ്റെ ഏത് സ്വഭാവമാണ് മാറിയതെന്നറിയാമോ? ചേട്ടനിപ്പോൾ പഴയതുപോലെ പാട്ട് കേൾക്കാറില്ല. എത്ര കഷ്ടപ്പാടുണ്ടായാലും ചേട്ടന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ അന്ന് ഞാൻ ചേട്ടനോട് സ്പ്രേ അടിക്കാൻ പറഞ്ഞത് ചേട്ടന് മീനിൻ്റെ സ്മെല്ലുണ്ടായിട്ടല്ല, സിഗരറ്റ് സ്മെല്ല് കാരണം അടുത്ത് നിൽക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ്. പുകവലി ഉപേക്ഷിക്കുന്നതാണ് ചേട്ടന് നല്ലത്. സിയോളിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ചേട്ടൻ്റെ ജീവിതം ജീവിക്കാൻ ശ്രമിക്കണം. പിന്നെ അന്ന് ചേട്ടനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതിന് എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം ഹൈൻ അതിൻ്റെ അതിൽ എഴുതിയിരുന്നു. ചേട്ടൻ്റെ സിഗരറ്റ് വലി നിർത്തുമ്പോൾ ഉപയോഗിക്കാൻ ചൂയിങ്കവും അവൻ ആ കൂട്ടത്തിൽ വെച്ചിരുന്നു. ഇതിൻ്റെ മുഖത്ത് കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് സന്തോഷം നിറയുന്നുണ്ട്. 5 മാസങ്ങൾക്ക് ശേഷമുള്ള കാലമാണ് പിന്നീട് കാണിക്കുന്നത്. ഇജിൻ ഹീതുവിൻ്റെ അമ്മ ജോലി ചെയ്യുന്ന അതേ ചാനലിൽ റിപ്പോർട്ട് ട്രെയിനിയായി ജോലിക്ക് കയറിയിരിക്കുകയാണ്. ആദ്യമായി ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ദിവസം റിപ്പോർട്ടിംഗ് നടത്താൻ അവൻ പെടാപ്പാടുപെടുന്നത് കാണിക്കുന്നുണ്ട്. ലാൻഡ് നിന്ന് മാത്രമേ ലൈവ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദമുള്ളൂ. മറ്റൊരു റിപ്പോർട്ടുമായി മത്സരിച്ച് അവൻ പേ ഫോണിനടുത്തേക്ക് ഓടിയെങ്കിലും അയാൾക്കാണ് ആദ്യം ഫോൺ കിട്ടിയത്. ബാക്കിയുള്ള ഫോണും മറ്റ് റിപ്പോർട്ടുമാർ കൈവശപ്പെടുത്തിയിരുന്നു. അവസാനം വളരെ റിസ്ക് എടുത്ത് ആ പരിസരത്ത് തുറന്നിരുന്ന ഒരേ ഒരു പെറ്റ് ഷോപ്പിലെ ലാൻഡ് ഫോണിൽ നിന്നാണ് അന്ന് അവൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അവൻ്റെ ഭാഗ്യം കൊണ്ട് റിപ്പോർട്ടിങ്ങിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു നായ പോലും ശബ്ദം ഉണ്ടാക്കിയില്ല. അവിടുന്ന് തിരികെ നടക്കുമ്പോഴാണ് വഴിയിലൊരു ബുക്ക് ഷോപ്പ് തുറന്നിരിക്കുന്ന അവൻ കണ്ടത്. നേരത്തെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ സമാധാനമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയേനെ എന്നവൻ ചിന്തിക്കുന്നുണ്ട്. ബുക്ക് ഷോപ്പിന് മുന്നിൽ ഫുൾ ഹൗസിന്റെ 15ാം വോളിയം അവൈലബിൾ ആണ് എന്ന ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഹീതുവിന് കൊടുത്ത വാക്ക് അവൻ ഓർമ്മ വരുന്നുണ്ട്. ഹീതു ഇപ്പോൾ തുടർച്ചയായി മത്സരങ്ങളിൽ വിജയിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ വെച്ച് നടന്ന ഒരു മത്സരത്തിൽ അവൾക്ക് ബ്രൗൺസ് മെഡൽ കിട്ടുന്നുണ്ട്. 1ാം സ്ഥാനം യൂറിമിന് തന്നെയാണ്. തിരികെ ഫ്ലൈറ്റിൽ മടങ്ങുമ്പോൾ എയർ ഹോസ്റ്റസ് ഹീതുവിനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കുറച്ച് മാറി മറ്റൊരു സീറ്റിൽ നിന്ന് കേട്ട യൂറിം അസ്വസ്ഥയാകുന്നത് കാണാം. ഫ്ലൈറ്റിൽ വെച്ച് മുൻ സീറ്റിലിരുന്ന സ്പോർട്സ് ടീമിലെ ഒരു പയ്യൻ തന്നെ ശ്രദ്ധിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ ഹീതു കാണുന്നു. അവളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അനുഭവം ആദ്യമായതുകൊണ്ട് അവളാകെ ചൂളിപ്പോകുന്നുണ്ട്. റൂമിലെത്തി തൻ്റെ പുതിയ മെഡൽ പഴയതിനൊപ്പം ചേർത്ത് വെച്ചിട്ട് ഇനി എനിക്കൊരു സ്വർണ്ണ മെഡൽ കൂടി സ്വന്തമാക്കണം എന്നവൾ പറയുന്നു. ഇജിനെന്ന് തിരികെ നൽകിയ വാളാണ് അവളിപ്പോൾ മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിലും എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് അതെടുത്ത് നോക്കിക്കൊണ്ട് അവൾ പറയുന്നു. എക്സാം തുടങ്ങിയപ്പോൾ ഹീതു സ്കൂളിലെത്തുന്നുണ്ട്. അവൾ നേരെ പോയത് സെങ്വങ്ങിൻ്റെ സീക്രട്ട് പ്ലേസിലേക്കാണ്. സെങ്വങ് അവിടെ നിന്ന് പഠിക്കുകയാണ്. മെഡലുകൾ വാരിക്കൂട്ടുന്നതിന് സെങ്വങ് ഹീതുവിനെ അഭിനന്ദിക്കുന്നുണ്ട്. നീ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് എന്ന് എല്ലാവരോടും അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സെങ്വങ് ഹീതുവിനോട് ചോദിക്കുന്നു. എനിക്കല്ലെങ്കിൽ ഫ്രണ്ട്സ് കുറവാണ്, അതുകൊണ്ട് നീ അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല.
നമ്മൾ ശരിക്കും ക്ലോസ് ആണെന്ന് തന്നെ പറയാം എന്ന് ഹീതു പറയുന്നു. സെങ്വങ്ങിന് സന്തോഷമാകുന്നുണ്ട്. എങ്കിൽ പിന്നെ നിനക്ക് തോന്നുമ്പോഴൊക്കെ നീ ഈ സ്ഥലം ഉപയോഗിച്ചോ എന്ന് സെങ്വങ് അവൾക്ക് പെർമിഷൻ കൊടുക്കുന്നു. ഹീതു ഇജിൻ്റെ റെക്കോർഡിങ്സ് തിരികെ കൊടുക്കാൻ വന്നതായിരുന്നു. ഇജിൻ എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നു എന്ന് സെങ്വങ് അപ്പോൾ അവളോട് ചോദിക്കുന്നു. കുറേ മാസം മുൻപ് ഒരു തവണ മെസ്സേജ് അയച്ചിരുന്നു. അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വരുമെന്നൊന്ന് പറഞ്ഞിരുന്നു എന്ന് ഹീതു പറയുന്നു. നീ ഈ വർഷം ആദ്യമായിട്ടല്ലേ സ്കൂളിലേക്ക് വന്നത്? നമ്മൾ ഈ വർഷവും ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. നമ്മൾ മാത്രമല്ല, യൂറിമും ജിവുവും എല്ലാം ഒരേ ക്ലാസ്സിലാണ് എന്ന് പറഞ്ഞ് സെങ്വങ് അവളെ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹീതു ക്ലാസ്സിലേക്ക് ചെന്ന് കയറിയപ്പോൾ ജിവുവും ഹാപ്പിയാകുന്നുണ്ട്. എന്നെ കണ്ടതിന്റെ സന്തോഷമാണോ എന്ന് ഹീതു ചോദിച്ചപ്പോൾ നീ വരുമ്പോൾ യൂറിം വരുമല്ലോ, അതിന്റെ സന്തോഷമാണെന്ന് അവൾ പറയുന്നു. പറഞ്ഞു തീർന്നപ്പോഴേക്കും യൂറിം ക്ലാസ്സിലേക്ക് വന്ന് കയറുന്നുണ്ട്. ജിവുങ് ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് പോകുന്നു. നമ്മൾ ഈ വർഷവും ഒരേ ക്ലാസ്സിൽ തന്നെയാണോ എന്ന് യൂറിം സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. മെഡലുകൾ വാരിക്കൂട്ടുന്നതിന് ജിവുങ് യൂറിമിന് കൺഗ്രാറ്റ്സ് പറയുന്നു. ഇന്ന് ഏത് എക്സാം ആണ് എന്ന് യൂറിം ചോദിച്ചപ്പോൾ മാത്സ് ആണ്. നമ്മുടെ മാത്സ് ടീച്ചർ മിക്കവാറും പ്രിപ്പയർ ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ്റെ എല്ലാം ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഗസ്റ്റ് ചെയ്ത് എഴുതാനാണെങ്കിൽ മൂന്നാമത്തെ ആൻസർ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്നവൻ യൂറിമിന് ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും നന്നായി. ഏത് നമ്പർ തിരഞ്ഞെടുക്കുമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. നീയും അപ്പോൾ മൂന്നാമത്തെ ആൻസർ ആണോ ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് യൂറിം ചോദിക്കുന്നു. ഞാൻ സ്റ്റുഡൻ്റ് അല്ലേ, നിന്നെ പോലെ അത്ലറ്റ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പ്രോബ്ലംസ് ചെയ്തു നോക്കിയാണ് ആൻസർ എഴുതാൻ പോകുന്നത് എന്ന് ജിവുങ് പറയുന്നു. അത് ശരിയാണല്ലോ, നീ പഠിക്കാൻ മിടുക്കനായിരിക്കും അല്ലേ എന്ന് യൂറിം അപ്പോൾ ചോദിക്കുന്നുണ്ട്. വലിയ മോശമല്ല എന്നവൻ ഗമയിൽ തട്ടിവിടുന്നു. ജിവുങ് പറഞ്ഞ പോലെ എല്ലാ ചോദ്യത്തിനും 5 മിനിറ്റ് കൊണ്ട് മൂന്നാമത്തെ ആൻസർ കർപ്പിച്ചു വെച്ചിട്ട് യൂറിം ഡെസ്കിൽ തലവെച്ചുറങ്ങുന്നു. ഹീതു അതിനു മുമ്പേ തന്നെ ഉത്തരം എഴുതി കഴിഞ്ഞ് ഉറക്കം പിടിച്ചിരുന്നു. ജിവുങ് തലപുകച്ച് പ്രോബ്ലം ചെയ്യുകയാണ്. എക്സാം കഴിഞ്ഞ് സെങ്വങ് ക്ലാസ്സിൽ ശരിയായ ഉത്തരം പറയുന്നുണ്ട്. അവൾക്ക് 100-ൽ 100 മാർക്കുണ്ട്. ഉത്തരമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ജിവുങ്ങിന് കിട്ടിയത് 9 പോയിന്റാണ്. കറക്കി കുത്തി എഴുതിയ ഹീതുവിന് പോലും 21 മാർക്കുണ്ട്. ജിവുങ്ങിന്റെ ഉപദേശം കേട്ട് മൂന്നാമത്തെ ഉത്തരം എഴുതിയ യൂറിമിന് 30 മാർക്കും. പാവൻ ജിവുങ്. എക്സാം കഴിഞ്ഞ് തിരികെ ട്രെയിനിങ് സെന്ററിലേക്ക് പോകാൻ എഴുതിട്ട് ഹീതു യൂറിമിനോട് ഞാൻ ടാക്സിയിലാണ് പോകുന്നത്, ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുന്നു. ഞാൻ വരുന്നില്ല എന്ന് യൂറിം പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞ് പുറത്തേക്ക് നടക്കുന്നു. ജിവുങ് അവളെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് നിന്റെ ബാഗ് ഒന്ന് ഇട്ട് നോക്കാൻ തരുമോ? ഇത് പുതിയ ഡിസൈനർ ബ്രാൻഡാണല്ലോ, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അവളുടെ ബാഗ് വാങ്ങി ഇട്ട് നിൽക്കുന്നു. ജിവുങ്ങിന് അത് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. ഹീതു ബാഗും വാങ്ങി തിരികെ പോയപ്പോൾ യൂറിം തന്റെ പിഞ്ചി തുടങ്ങിയ ബാഗിലേക്ക് വിഷമത്തോടെ നോക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിലേക്കുള്ള പ്രാക്ടീസിലാണ് യൂറിമും ഹീതുവും ഒക്കെ. ഹീതുവിനോട് ഏറ്റുമുട്ടുമ്പോഴെല്ലാം യൂറിമിൻ പരാജയപ്പെടുന്നുണ്ട്. ഒരു ദിവസം ഹീതു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കോച്ച് യൂറിമിനെ മാറ്റി നിർത്തി നീ എന്താണ് എപ്പോഴും ഹീതുവിനോട് തോൽക്കുന്നത്? രാജ്യം മുഴുവൻ നിന്നിലേക്ക് ഉറ്റുനോക്കി പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയമാണ്. അവളോട് തോൽക്കാൻ പാടില്ല. നാളെ മുതൽ രാത്രിയിൽ നിനക്കുള്ള ട്രെയിനിങ് ഉണ്ട്, 8 മണിക്ക് തന്നെ റെഡിയായി എത്തണം എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നത് ഹീതു കേൾക്കുന്നു. കോച്ച് യൂറിമിനോട് കാണിക്കുന്ന പാർഷ്യാലിറ്റി ഹീതുവിനെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട്. അവൾ ആ വഴി പോകാതെ തിരിച്ച് എതിർവശത്തേക്ക് നടന്നു പോകുന്നു. അന്ന് മുറിയിലെത്തിയ യൂറിം കോച്ച് പറഞ്ഞതിന് ദേഷ്യം തീർക്കാൻ വാതിൽ വലിച്ചടച്ചുകൊണ്ടാണ് മുറിയിലേക്ക് കയറി വന്നത്. ശബ്ദം കേട്ട് ഹീതു ഞെട്ടുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ, സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നവൾ യൂറിമിനോട് പറയുന്നു. നീ നാളെ മുതൽ രാത്രിയിൽ ട്രെയിനിങ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഉറങ്ങുന്ന സമയമാണത്, അതുകൊണ്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമൊക്കെ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഹീതു പറയുന്നു. കോച്ച് തന്നെ വഴക്ക് പറഞ്ഞത് അവൾ കേട്ടു എന്ന് യൂറിമിന് മനസ്സിലാവുന്നതിനാൽ നീ ഞങ്ങളുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേട്ടതാണോ എന്ന് യൂറിം ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത്? ഞാൻ അതുവഴി പോയപ്പോൾ അബദ്ധത്തിൽ കേട്ടതാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും രഹസ്യമായി മാറി സംസാരിച്ചുകൂടെ? നിന്റെ നിൽപ്പ് കണ്ടിട്ട് ഞാൻ ഗോൾഡ് മെഡൽ നേടുമോ എന്ന് പേടിച്ചു പറിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഹീതു ചോദിക്കുന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് ഞാൻ അവിടെ നിന്നത് കേട്ടത് എന്ന് തോന്നുന്നുണ്ടോ? നീ ഇവിടെ ജോയിൻ ചെയ്ത അന്നു മുതൽ കോച്ചിൻ്റെ വായിൽ നിന്ന് ഞാൻ വഴക്ക് കേൾക്കാത്ത ഒരു ദിവസം പോലുമില്ല. നീ എന്തിനാണ് ശല്യമായി എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് എന്ന് യൂറിം ദേഷ്യത്തിൽ ചോദിക്കുന്നു. ഞാൻ പിന്നെ എന്ത് വേണം? നിന്നെ ജയിക്കാൻ അനുവദിക്കണം. നിനക്കത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ എന്നെ തോൽപ്പിക്കുകയാണ് വേണ്ടത്. നീ ഒരു സ്റ്റാർ ആണ് എന്ന് കരുതി ഞാൻ നിന്നോട് തോറ്റു തരണോ? നീ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പുസ്തകം പോലെ നിന്നെ വായിക്കാൻ കഴിയും. നിന്റെ ഓരോ മൂവ്മെൻറ്റും എങ്ങനെയാണെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. ഇത്ര നാളായിട്ടും ഒരിക്കലെങ്കിലും നീ എന്നെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ ഫെൻസിങ് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? നിനക്കത് പഠിക്കാൻ മനസ്സില്ല, കാരണം ഞാൻ നിന്നേക്കാൾ മുകളിലുള്ള യാത്രയിലാണ് എന്ന് നിനക്ക് അംഗീകരിക്കാൻ വയ്യ. ഞാൻ നിന്റെ ഫാനായിരുന്നുവെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നിന്റെ ഓരോ മത്സരങ്ങളും ഞാൻ 100 തവണയെങ്കിലും റീപ്ലേ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിന്റെ ഫാൻ തന്നതാണ് എന്ന് പറഞ്ഞ് നീ അഭിമാനത്തോടെ ഇപ്പോൾ കൊണ്ടുനടക്കുന്ന ആ കുടയില്ലേ, അത് നിനക്ക് തന്നത് ഞാനാണ്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടൊരു ഭ്രാന്ത് പോലെയാണ് ഞാൻ നിന്നെ പഠിച്ചത് എന്ന് ഹീതു പറയുന്നു. പലപ്പോഴും സങ്കടം കൊണ്ട് അവളുടെ ശബ്ദം വിടർന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അത്രയൊക്കെ പറഞ്ഞിട്ട് യൂറിം ചോദിച്ചത് ഒരു ഫാനായിരുന്ന നീ ആ സ്ഥാനത്ത് തന്നെ നിന്നാൽ പോരായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് നീ ഇത്ര ദൂരം വന്ന് എനിക്ക് പ്രശ്നമുണ്ടാക്കുന്നതെന്നാണ്. ഹീതുവിന് പിന്നെ നിയന്ത്രിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ച് അവൾ യൂറിമിന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ യൂറിം തിരിച്ചവളുടെ മുടിക്ക് കുത്തിപ്പിടിക്കുന്നു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പിടിവലി നടക്കുന്നു. ബഹളം കേട്ട് അടുത്ത മുറിയിൽ നിന്ന് ഒരാൾ ഓടിയെത്തിയപ്പോഴാണ് രണ്ടുപേരും അടങ്ങിയത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ റിപ്പോർട്ടിംഗ് നടത്താൻ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന് കൂടുതൽ ആളെ ആവശ്യമുള്ളതിനാൽ ഇജിനെയും മറ്റ് 2 ട്രെയിനികളെയും കൂടി സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു. അവിടുത്തെ ചീഫിനെ പരിചയപ്പെടുത്തുന്ന സമയം ഇജിൻ പേര് പറഞ്ഞപ്പോൾ നീ ആ സെനിൽ കൺസ്ട്രക്ഷന്റെ മകനല്ലേ?
കോടീശ്വരപുത്രൻ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യേണ്ട അവസ്ഥയിലായി അല്ലേ? നിന്നെ കണ്ടിട്ട് ചെറുപ്പമാണെന്ന് തോന്നല്ലോ. നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചീഫ് അവനോട് ചോദിക്കുന്നു. 23 എന്ന് ഇജിൻ പറഞ്ഞപ്പോൾ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചതിൽ ആദ്യമായി സെലക്ഷൻ കിട്ടിയത് നിനക്കാണല്ലോ. കൊള്ളാം, മിടുക്കനാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുമ്പ് ഹീതുവിന്റെ അമ്മ IMF കാരണം പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് കൂടി ജോലിക്ക് അപേക്ഷിക്കാനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞ് ചീഫിനോട് വഴക്കുണ്ടാക്കിയിരുന്നല്ലോ. അങ്ങനെ അവസരം അവർ നൽകിയത് കൊണ്ടാണ് ഇജിന് ഇപ്പോൾ ഈ ജോലി കിട്ടിയത്. ഇതൊരു ഇന്റർനാഷണൽ ഈവന്റ് ആണ്. അതുകൊണ്ട് ഒരു പിഴവും സംഭവിക്കാതിരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം നടത്തണം. ഏഷ്യൻ ഗെയിംസിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈറ്റ്സിനെ കുറിച്ച് തീരുമാനിക്കാനുള്ള നറുക്കെടുപ്പ് നിന്നാണ്. എൻ്റെ ഒപ്പം വരണമെന്ന് ചീഫ് ഇജിന്റെ സീനിയർ ജങ് ഹ്യൂക്കിനോട് പറയുന്നു. പക്ഷേ മോശം നറുക്കാണ് വീഴുന്നതെങ്കിൽ സാറിന്റെ വായിൽ നിന്ന് ചീത്തവിളി കേൾക്കാൻ എനിക്ക് വയ്യ. ഈ ട്രെയിനിൽസിൽ നിന്ന് ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ ജങ് ഹൂക്ക് പറയുന്നു. ഹൈസ്കൂൾ യോഗ്യത മാത്രമുണ്ടായിട്ട് റിപ്പോർട്ടറായി ജോലി കിട്ടിയ ഇജിൻ ഭാഗ്യമുള്ളവനാണ്. അതുകൊണ്ട് നീ തന്നെ വന്നാൽ മതിയെന്ന് ചീഫ് ഇജിനോട് പറയുന്നു. ഇതിന് കൂടെ പോവുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. നറുക്കെടുപ്പാണ് എന്നാണ് നേരത്തെ പറഞ്ഞതെങ്കിലും അവിടെ എത്തിയപ്പോൾ റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ച് ഓരോരുത്തർക്കും ഏത് ഗെയിമാണ് കിട്ടുന്നതെന്ന് തീരുമാനിക്കാം എന്നവർ പറയുന്നു. ചീഫ് ഇജിനെ കൊണ്ടാണ് കളിപ്പിച്ചത്. ചീഫ് ജയിക്കണമെന്ന് പറഞ്ഞ 2 തവണയും ഇജിൻ തോൽക്കുന്നതിനാൽ ആ 2 സ്പോർട്സും അവർക്ക് നഷ്ടമാകുന്നു. അവസാനം ബാക്കിയുണ്ടായിരുന്നത് ഫെൻസിംഗ് ആണ്. ഫെൻസിംഗ് കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാകില്ല, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഗെയിമാണ് എന്ന് പറഞ്ഞ് ചീഫ് അവനെ വഴക്ക് പറയുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് 2 ഫെൻസിംഗ് സ്റ്റാർസ് ആണുള്ളത്. ഉറപ്പായും ആളുകൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തോളാം എന്നൊക്കെ അവൻ ചീഫിന് ഉറപ്പ് കൊടുക്കുന്നു. ഫെൻസിങ്ങിന്റെ റിപ്പോർട്ടിംഗ് ഞാൻ ചെയ്തോട്ടെ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. ഹീതുവിന്റെ അമ്മ അവളുടെ ആദ്യ കോച്ചിനെ കാണാൻ എത്തുന്നു. മകൾക്ക് നാഷണൽ ടീമിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഇപ്പോഴാണോ കാണാൻ വരുന്നതെന്ന് കൊച്ചി ചോദിച്ചപ്പോൾ പേരന്റ് എന്ന നിലയിലല്ല ഞാൻ വന്നത്, ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയാണ്. ഏഷ്യൻ ഗെയിംസിൽ ഫെൻസിങ്ങിന്റെ കമന്റേറ്ററായിട്ട് ഞങ്ങളുടെ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യാമോ എന്ന് ചോദിക്കാനാണ്. നിങ്ങളെക്കാൾ നന്നായി ആ ജോലി ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല എന്ന് ഹീതുവിന്റെ അമ്മ പറയുന്നു. ഇക്കാര്യത്തിന് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും വരുന്നതിന് പകരം തിരക്കുള്ള ആങ്കറായി നിങ്ങൾ തന്നെ നേരിട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കൊച്ചി ചോദിച്ചപ്പോൾ ഹീതുവിനെ നാഷണൽ ടീം വരെ എത്തിച്ചതിന് നന്ദി പറയാൻ കൂടിയാണ് ഞാൻ വന്നത് എന്ന് ഹീതുവിന്റെ അമ്മ പറയുന്നു. അത്ലറ്റ്സുകളുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന് എന്നെ പിരിച്ചുവിട്ടതാണ് എന്ന കാര്യം മറന്നോ? നീ തന്നെയല്ലേ ആ സ്റ്റോറി റിപ്പോർട്ട് ചെയ്തത്? മറന്നുപോയോ? എന്നെപ്പോലെ ഒരാൾ ഈ ജോലിക്ക് അങ്ങനെ ശരിയാകുമെന്ന് കോച്ച് ഹീതുവിന്റെ അമ്മയെ കുത്തി നോക്കിയാണെന്നാണ് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 8 വർഷമായില്ലേ? എല്ലാവരും അത് മറന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും അത് മറന്നുകൂടെ എന്ന് ഹീതുവിന്റെ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ മറക്കണോ? എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ആരൊക്കെ എന്നോട് മറക്കാൻ പറഞ്ഞാൽ നീ പറയരുത്. നിനക്കതിനുള്ള യോഗ്യതയില്ല. നീയാണ് അന്ന് ആ പ്രശ്നം അങ്ങനെ ആക്കിയത്. എന്നെ നീ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഒരു അത്ലറ്റും റിപ്പോർട്ടറും എന്ന രീതിയിലാണ് നമ്മൾ പരിചയപ്പെട്ടതെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നൊക്കെ കോച്ച് വളരെ ദേഷ്യത്തിൽ പറയുന്നു. നീ പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. ഫ്രണ്ട്സ് ആണ് എന്ന് കരുതി എനിക്കത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ലായിരുന്നു. നിന്റെ ഫ്രണ്ട് ആവുന്നതിന് മുമ്പ് ഞാനൊരു റിപ്പോർട്ടറായിരുന്നു. നമുക്ക് തൽക്കാലം ഈ വിഷയം സംസാരിക്കാതിരിക്കാം. ഞാൻ പറഞ്ഞ ഓഫറിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് മറുപടി തന്നാൽ മതി. ഇപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹിതുവിൻ്റെ അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. തൊഴിലില്ലായ്മയ്ക്കെതിരെയും തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും നഗരത്തിൽ നടന്ന ഒരു പ്രതിഷേധ സമരം റിപ്പോർട്ട് ചെയ്യാൻ ഇജിൻ ജിങ്ഹൂക്കിനൊപ്പം പോകുന്നുണ്ട്. സീനിയർ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് എനിക്ക് എന്നാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ അവസരം കിട്ടുക എന്ന് ചിന്തിച്ച് ഇജിൻ അടുത്ത് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി നല്ല ഷോട്ട്സ് എടുക്കുന്നതിന് വേണ്ടി അവർ ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറുന്നു. അവിടെ നിന്ന് താഴേക്ക് കൈപിടിച്ച് ഫ്രെയിം നോക്കുന്നതിനിടയിലാണ് സമരക്കാർക്കിടയിലൂടെ നടന്നു പോകുന്ന ഹീതുവിനെ ഇജിൻ കണ്ടത്. ഞാൻ തനിച്ച് TV സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം, ക്ഷമിക്കണമെന്ന് സീനിയറിനോട് വിളിച്ചു പറഞ്ഞിട്ട് അവൻ താഴെ കൊടുന്നു. സമരക്കാർക്കിടയിലൂടെ അവൻ ഹീതുവിനെ അന്വേഷിച്ചൊരു ഭ്രാന്തനെ പോലെ ഓടുന്നുണ്ട്. എതിരെ വന്ന ഒരാളെ ഇടിച്ച് അവൻ്റെ ബാഗിൽ നിന്ന് ഫുൾ ഹൗസിൻ്റെ 15ാമത്തെ വോളിയം താഴെ വീഴുന്നു. പക്ഷെ അവൻ അതറിയാതെ ഓടുകയാണ്. സമരക്കാരുടെ മുദ്രാവാക്യം വിളിക്കിടയിലും ഹീതുവിൻ്റെ ഇജിൻ എന്ന വിളി കുറെ ദൂരെ നിന്ന് പോലും ഇജിൻ കേൾക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇജിൻ തന്നെയാണ് അതെന്ന് കണ്ട് ഹീതു നിന്ന സ്ഥലത്ത് തന്നെ ഷോക്കായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.